സൗത്ത് സോൺ സഹോദയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള രീതിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. sportsmas.com എന്ന വെബ്സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്കൂൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കോമൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾക്ക് വേണ്ടുന്ന ലോഗിൻ എല്ലാം ഈ കാർഡിലൂടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു സ്കൂൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കൂളിൻ്റെ പേര്, നമ്മളവിടെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ, യൂസർ ലോഗിനായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി, ഇത് സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡി ആകാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുടെ ഇമെയിൽ ഐ ഡി ആകാം. അഡ്രസ്സ് കഴിഞ്ഞ ശേഷം സബ്മിറ്റ് രജിസ്ട്രേഷൻ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും എത്തുന്നതാണ്. ശരിക്കും നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്ത ഇമെയിൽ ഐ ഡിയാണ്. പക്ഷേ പാസ്വേഡ് ഒരു റാൻഡം നമ്പറോട് കൂടിയ ഒരു പാസ്വേഡ് ആയിരിക്കും ഇമെയിലിൽ വരുന്നത്. അത് കഴിഞ്ഞ് അപ്പം നമുക്ക് കിട്ടുന്ന ഈ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് സെൻഡ് റീസെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിലേക്ക് ഇതേപോലെ തന്നെ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് അവിടെ എത്തുകയും അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരു പാസ്വേഡ് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇമെയിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലൊരു സ്ക്രീൻ കിട്ടില്ല. കാരണം ഇത് ഓൾറെഡി ലോഗിൻ ചെയ്തിട്ട് സ്കൂളിൻ്റെ പേര് കൊടുത്ത് പ്രൊഫൈലിൽ കൊടുത്ത ശേഷമാണ് ഈ ഒരു വിൻഡോ കാണുന്നത്. ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. എന്താണ് സ്കൂളിൻ്റെ പ്രൊഫൈൽ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഇമെയിലിൽ കിട്ടിയ ഒരു റാൻഡം നമ്പർ വെച്ചുള്ള പാസ്വേഡാണ്. അത് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ മെനുവിൽ പോയിട്ട് ചേഞ്ച് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് പഴയ ഇമെയിലിൽ കിട്ടിയ പാസ്വേഡും അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് സ്കൂളിൻ്റെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് എന്നായിരിക്കും ഈ ഭാഗത്ത് കാണിക്കുന്നത്. സ്കൂളിൻ്റെ പേര്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിൻ്റെ അവിടെ സ്കൂള്, രജിസ്ട്രേഷൻ നമ്പർ, അഡ്രസ്സ്, പിന്നെ സ്കൂളിൻ്റെ ലോഗോ, കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡി, അതുപോലെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുടെ പേരും മൊബൈൽ നമ്പറും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ഐ ഡി. ഇത് സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇമെയിൽ ഐ ഡി. ഇത് കൊടുത്തിട്ട് ഓരോ കാർഡും അതാത് കാർഡിൽ സേവ് ചെയ്ത് പോകണം. ഇത് 3 സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മാൻഡേറ്ററി അല്ല. ഇത്രയും കൊടുത്ത് ലോഗോയും കൊടുത്തു കഴിയുമ്പോൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവുകയും സബ്മിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡാഷ്ബോർഡിൽ പോകുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ലോഗോയും കാണിക്കും, സ്കൂളിൻ്റെ പേരും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് 1ാം ഘട്ടം കഴിഞ്ഞു. പക്ഷേ നമ്മൾ സ്കൂള് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സൗത്ത് സോൺ സഹോദയയിൽ പാർട്ടിസിപ്പൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗസ് പബ്ലിക് ഇവൻ്റ് എന്ന് പറഞ്ഞ ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാമ്പ്യൻഷിപ്പുകളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഇവിടെ സൗത്ത് സോൺ സഹോദയയുടെ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഓർഗനൈസ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇവിടെ ഞാൻ ഓൾറെഡി ഇത് സബ്മിറ്റ് ചെയ്ത അപ്രൂവൽ മേടിച്ചുകൊണ്ടാണ് ഇവിടെ പച്ച കളറിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടനായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ എന്ന ബട്ടണിലാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേര് ഒന്നുകൂടെ കൺഫേം ചെയ്യും. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഓർഗനൈസിങ് സ്കൂള് അവർക്ക് ഈ ഡീറ്റെയിൽസ് പോവുകയും അവർ അത് നോക്കിയിട്ട് ഈ സ്കൂൾ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അവരത് അപ്രൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവർ അപ്രൂവ് ചെയ്ത് കഴിയുന്ന ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ നോക്കിയാൽ ഇവൻറ്റ്സ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത്
അപ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ എണ്ണം കാണിക്കും. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ സൗത്ത് സോൺ സഹോദയയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓപ്പൺ യൂണിറ്റ് കൺസോൾ എന്ന് പറഞ്ഞ, അതായത് ഇവൻറ്റ്സ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞ പേജിലാണ് ഓപ്പൺ യൂണിറ്റ് കൺസോൾ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ സൗത്ത് സോൺ സഹോദയയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ലറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ ഇതൊന്നും കാണിക്കില്ല, ഇവിടെ എല്ലാം 0 ആയിരിക്കും കാണിക്കുന്നത്. ഇത് ഓൾറെഡി ഒരെണ്ണം ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു അത്ലറ്റിൻ്റെ കൗണ്ടും ആ അത്ലറ്റ് 2 ഇവൻറ്റിൽ പങ്കെടുക്കുന്നുള്ളതുകൊണ്ട് 600 കാണിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം ഓവറോൾ എത്ര ഇവൻറ്റിൽ പങ്കെടുക്കാൻ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ അണ്ടർ 19 ബോയ്സിൽ 2 ഇവൻറ്റിലും, അതുപോലെ ഇവിടെ ഇതേ ആൾ തന്നെ റിലേയിൽ ബോയ്സിലും പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടീം എൻട്രിയുടെ ഇവിടെ നടത്തിയിട്ടില്ലാത്തത് കൊണ്ടിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ എമൗണ്ട് ടീമിൻ്റെയും കൂടെ ചേർത്ത് കാണിക്കാത്തത്. നമുക്കിനി എങ്ങനെയാണ് ഒരു അത്ലറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞിട്ട് ടീം എൻട്രി, ഇത് രണ്ടുമാണ് നമുക്ക് 2 ഭാഗങ്ങളായിട്ടാണ് രജിസ്ട്രേഷൻ. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ആകെയുള്ള തുക ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് നമുക്ക് 3 സ്റ്റേജായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മേളിൽ മെനു നോക്കിയാൽ രജിസ്ട്രേഷൻസ് ഉണ്ട്, അതുപോലെ ടീം എൻട്രി ഉണ്ട്, അതുപോലെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻസ് നോക്കിയാൽ നമ്മൾ ഒരാൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് പുതിയൊരാൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആഡ് അത്ലറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ നമുക്ക് ടീം എൻട്രിയും ഇതേപോലെ തന്നെ ക്രിയേറ്റ് ടീം എൻട്രി പറഞ്ഞിട്ട് നമുക്ക് ടീം എൻട്രിയും ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സേവ് ചെയ്യാനും അത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. സേവ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ഡിലീറ്റ് ചെയ്യുക പുതിയത് ചേർക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇതാണ് നമ്മൾ പൊതുവെ എല്ലാത്തിലും കൊടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ്. സബ്മിറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അത്ലറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത്ലറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഡ് അത്ലറ്റ് എന്ന് പറയുക. എന്നിട്ട് ആ അത്ലറ്റിൻ്റെ ഒരു ഫോട്ടോ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഒരു സാമ്പിളായിട്ട് നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യാം. ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യാനോ ഓപ്ഷൻ ഉണ്ട്. വേറെ ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേര് നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് പ്രധാനമായിട്ടും ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര്, ഫോട്ടോ, ജെൻഡർ, അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം 15/5/2011 ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു പ്രൂഫ് വേണം. അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, ആധാർ കാർഡ് ആകാം. അതായത് ഫോട്ടോയും ആളുടെ പേരും ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും അടങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അവിടെ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ ഓപ്ഷനിലാണ് നമുക്ക് കൊടുത്താൽ നല്ലത്. പക്ഷേ അതിൻ്റെ പ്രൂഫ് അത് PDF ആയിട്ട് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യണം. പ്രൂഫ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ, ആധാർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. നമുക്കൊരു അറ്റാച്ച്മെൻ്റായിട്ട് ഒരു PDF ആണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. അഡ്രസ്സ് ഓപ്ഷനിലാണ്. കുട്ടിയുടെ പേര്, അഡ്രസ്സ്, പേഴ്സണൽ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് അത്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടീനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര്, ഫോട്ടോയും, ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ആ കുട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്നു അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അണ്ടർ 17 ഈ കുട്ടി ഉള്ളത്, 15 വയസ്സാണുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ദിവസമെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡ്രസ് പ്രൂഫിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇനി നമുക്ക് ഈ കുട്ടി ഏതൊക്കെ ഇവൻറ്റിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടിക്ക് എലിജിബിൾ ആയിട്ടുള്ള ഏജ് കാറ്റഗറിയാണ്. അതായത് അണ്ടർ 17 അണ്ടർ 19 ഈ കുട്ടിക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അണ്ടർ 19 ഒരു ഇവൻറ്റിലെങ്കിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വേറെ ഒരു ഇവൻറ്റിലും അതായത് അണ്ടർ 17
ഒരു ഇവൻറ്റിലും പങ്കെടുക്കാൻ പറ്റില്ല. അതുപോലെ അണ്ടർ 17 ഒരെണ്ണം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളതിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഉദാഹരണം ഇങ്ങനെ ഒരു അണ്ടർ 19 ഒരെണ്ണം ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാക്കി പിന്നെ അണ്ടർ 17 ചേർക്കാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് അണ്ടർ 17 എടുത്തിട്ട് അണ്ടർ 17 വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതൊരു കാര്യമുള്ളത്, ഈ കുട്ടി റിലേയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ടീം ഇവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ടീം ഇവൻറ്റിൽ ഏതിലാണോ പങ്കെടുക്കുന്നത് ആ കാറ്റഗറിയും കൂടി ഇവിടെ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, നോക്കൂ, മറ്റ് നോർമൽ ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫീ കാണിക്കും. പക്ഷേ ടീം എൻട്രിയുടെ ആണെങ്കിൽ ഇൻഡിവിജ്വലി അവിടെ ഫീ കാണിക്കില്ല. കാരണം നമുക്ക് ടീം എൻട്രിയിൽ 4 പേര് പങ്കെടുക്കാനും ഒരാളെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഈ 5 പേരുടെയും കൂടെ എമൗണ്ട് നമുക്ക് ടീം എൻട്രിയിലാണ് പൈസ ഇടാൻ പറ്റുന്നത്, അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നത്. അതായത് 4 പേരുടെ പേയ്മെൻറ്റ് മാത്രം. അതിലൊരാളുടെ പേയ്മെൻറ്റ് അതിനകത്ത് വേണ്ട, 5ാമതൊരാളുടെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ടീം എൻട്രി ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കുട്ടികളെ മാത്രമേ ടീമിലേക്ക് അവിടെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവൻ്റ് എല്ലാം എൻട്രി ചെയ്തു. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ട്രാൻസാക്ഷൻ ഒന്നും വന്നിട്ടില്ല, പേയ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. പേയ്മെൻറ്റ് നമ്മൾ നടത്തി, അതായത് സ്കൂളിൽ നിന്ന് പേയ്മെൻറ്റ് എൻട്രി ഇട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്കൂള് ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആൾ അപ്രൂവ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് എമൗണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ രജിസ്ട്രേഷനും അതുപോലെ ടീം എൻട്രി ഇട്ടിരിക്കുന്നത് നമുക്ക് ഇതുപോലെ നമുക്കിവിടെ രജിസ്ട്രേഷനിൽ പോയിട്ട് ഇതുപോലെ സെലക്ട് ഓൾ പറഞ്ഞിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ വഴി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ ഉദാഹരണം നോക്കിയാൽ ഇവിടെ രണ്ട് കുട്ടികളാണുള്ളത്. അവരുടെ എമൗണ്ട് 900 ആണ്. അപ്പോൾ പക്ഷേ ഇവിടെ ട്രാൻസാക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ ട്രാൻസാക്ഷൻ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഈ 2 കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളിവിടെ ആഡ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ വഴി ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ 900 അതിൽ മുകളിലോട്ടോ ഉള്ള എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ആ എമൗണ്ടിനനുസരിച്ചുള്ള കുട്ടികളെ നമുക്ക് രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ ഇട്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ഒരു 20 കുട്ടികളെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിൽ 2 കുട്ടികൾ വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ 2 പേരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരെ 18 പേരെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ. അതിനാണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് രീതിയാണ് ടീം എൻട്രിക്കകത്ത്. ടീം എൻട്രി ഇതുപോലെ എൻട്രി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടീമിനൊരു പേരിടുക, സപ്പോസ് ടീം 1 എന്ന്. എന്നിട്ട് നമ്മളുടെ യൂണിറ്റ് സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ളതാണ്, അതിലേത് ഇവൻ്റാണ്, ആ ഇവൻറ്റിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികളെ ഇവിടെ കാണിക്കും. നേരത്തെ നമ്മൾ 2 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ 2 പേരും ഈ പറയുന്ന 4x100 റിലേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഫീസൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമുക്കിവിടെ കാണിക്കുകയും, പക്ഷേ ഇവിടെ ടീം എൻട്രി നമുക്ക് സക്സസ് ആകില്ല. കാരണം 4 പേര് വേണം, 4 മെമ്പേഴ്സ് മാൻഡേറ്ററി ആണ്, ഒരാൾ റിസർവ് ആണ്. അപ്പോൾ 4 കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ ഓരോരുത്തരായിട്ട് 4 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബാക്കി 2 പേരെ സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടീം എൻട്രിയുടെ ഈ ലിസ്റ്റിൽ കാണുകയും, നേരത്തെ നമ്മൾ രജിസ്ട്രേഷനിൽ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടീം എൻട്രിയും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ കണ്ടീഷൻ, രജിസ്ട്രേഷൻ ആയാലും ടീം എൻട്രി ആയാലും അതിൻ്റെ ടോട്ടൽ ഡിമാൻഡ്, നമുക്കുള്ള ടോട്ടൽ ഡിമാൻഡിന് മേളിൽ അല്ലെങ്കിൽ ഈക്വലൻ്റ് അല്ലെങ്കിൽ മേളിൽ നമ്മൾ എമൗണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂള്. ഇത് കഴിയുമ്പോൾ ഇത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് റിസൾട്ട് എനേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ റിസൾട്ട് അവിടെ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെനു കാണിക്കും, റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റിസൾട്ട് നോക്കിയാൽ നമുക്ക് ലൈവായിട്ടുള്ള റിസൾട്ട്, അതായത് ഇവൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ലൈവായിട്ടുള്ള റിസൾട്ട് നമുക്കിവിടെ കാണാനും, അതുപോലെ തന്നെ മെഡലിൻ്റെ ഒരു ഡീറ്റെയിൽസും, ആർക്കൊക്കെ മെഡൽ കിട്ടി ഉള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ലൈവായിട്ട് അതാത് സ്കൂളിൻ്റെ ലോഗിനിൽ കാണാനും സാധിക്കും.